പകുതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണന്റെ ഭൂമി കണ്ടുകെട്ടും. ഭൂമി കണ്ടുകെട്ടാൻ ക്രൈംബ്രാഞ്ച് മൂവാറ്റുപുഴ കോടതിയിൽ അപേക്ഷ നൽകി. കുടയത്തൂരിൽ വാങ്ങിയ ഭൂമിയാണ് കണ്ടുകെട്ടുക. തട്ടിപ്പ് പണം ഉപയോഗിച്ചാണ് ഭൂമി വാങ്ങിയതെന്ന് അന്വേഷണ സംഘം കോടതി അറിയിച്ചിട്ടുണ്ട്. സൈഫുനീസ അലിയാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൈഫുനീസ, ഗുഡ് മോർണിംഗ്. സൈഫുനീസ, അനന്തുകൃഷ്ണന്റെ ഭൂമിയും കണ്ടുകെട്ടാൻ പോവുകയാണ്. ബാങ്ക് അക്കൗണ്ടുകൾ ഇതിനകം തന്നെ മരവിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തട്ടിയെടുത്ത പണം കൊണ്ടാണ് ഭൂമി ആശാൻ വാങ്ങിയത് എന്നുള്ളത് കോടതിയെ ധരിപ്പിച്ചു അല്ലേ ക്രൈംബ്രാഞ്ച്? തീർച്ചയായും അരുൺകുമാർ, ഈ പകുതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുകയാണ്. അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തിരുന്നു ക്രൈംബ്രാഞ്ച്. ഈ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ തട്ടിപ്പ് പണം ഉപയോഗിച്ചാണ് ഈ ഭൂമികൾ വാങ്ങിക്കൂട്ടിയത് എന്നുള്ള മൊഴി പോലീസിന് നൽകിയിരിക്കുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് മൂവാറ്റുപുഴ കോടതിയിൽ, ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ സ്ഥലം കണ്ടുകെട്ടുവാനുള്ള അപേക്ഷ കൊടുത്തിരിക്കുന്നത്. കുടയത്തൂരിലെ ഭൂമിയാണ് ആദ്യം അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇത് കൂടാതെ 2 കോടി രൂപ മുടക്കി 5 ഭൂമി കൂടി മേടിച്ചിട്ടുണ്ട്. ഈ ഭൂമി കൂടി കണ്ടുകെട്ടുന്ന നടപടികൾ ക്രൈംബ്രാഞ്ച് ഉടൻ ആരംഭിക്കും. ഇപ്പോൾ ആദ്യപടി എന്നോളം കുടയത്തൂരിലെ ഭൂമിയാണ് കണ്ടുകെട്ടുന്നത്. ഈ പകുതിവില തട്ടിപ്പിലൂടെ കോടികളാണ് ഇയാൾ തട്ടിച്ചിരുന്നത്. ഈ പണം മുഴുവൻ പലയിടങ്ങളിലായി നിക്ഷേപിച്ചിരിക്കുകയാണ് എന്ന് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ചിന് വിവരങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന പലർക്കും, അതായത് ആനന്ദകുമാർ അടക്കമുള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ പണം വീതിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ അനന്തകൃഷ്ണൻ സമ്പാദിച്ച പണം മുഴുവൻ എവിടെയെന്നുള്ള അന്വേഷണത്തിലാണ് നേരത്തെ തന്നെ പോലീസ് ഈ ഭൂമി കണ്ടെത്തിയിരുന്നത്. പിന്നീട് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ക്രൈംബ്രാഞ്ച് അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഈ തട്ടിപ്പ് പണം ഉപയോഗിച്ചാണ് ഈ ഭൂമിയെല്ലാം വാങ്ങിയത് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തത്. ഇതേ തുടർന്നാണ് ഈ ഭൂമി കണ്ടുകെട്ടാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. നിരവധി പരാതികളാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലുള്ളത്. 50ഓളം പരാതികൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ആദ്യത്തെ കേസിലാണ് ക്രൈംബ്രാഞ്ച് ഈ അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇനി ഓരോ കേസിലും വെവ്വേറെ കസ്റ്റഡിയിൽ വാങ്ങാനുമാണ് ഈ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അതിന്റെ അടുത്ത ഘട്ടമാണ് ഇപ്പോൾ ഭൂമി കണ്ടുകെട്ടുന്ന നടപടി. ഓക്കെ,